പൈസ ലാഭിക്കാം എന്ന് കരുതി ഉച്ചയ്ക്ക് ഞാൻ 2 വടയും ഒരു ചായയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ കടയിൽ ഒരു ഓട്ടോറിക്ഷ നിർത്തുന്നു. ഓട്ടോക്കാരൻ ഇറങ്ങി ചായയും വടയും കഴിക്കുന്നു. ഞാൻ ചോദിച്ചു, താങ്കളുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കട്ടെ, താങ്കളുടെ അനുഭവം എന്തൊക്കെ പറയാനുണ്ട് എന്നോട് പറയൂ. ഒരു ഓട്ടോ ഓടിച്ച് ഇന്നും കുടുംബം പോറ്റാൻ പറ്റുമോ? എത്രമാത്രം സമ്പാദിക്കാൻ പറ്റും? പോലീസുകാർ എങ്ങനെയാണ് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഓട്ടോക്കാരോട് പെരുമാറുന്നത്? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ സരളമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ചേട്ടൻ്റെ പേരെന്തോണ്? വിഷ്ണു. വിഷ്ണു. എവിടെ സ്ഥലം? ഇവിടെ മണ്ണൂർ. എത്ര കാലമായി ഓട്ടോ ഓടിക്കുന്നു? 14 വർഷം. എങ്ങനെയുണ്ട്? ഇപ്പം പൊതുവെ ഓട്ടം കുറവാണ്. ഒരു 5 കൊല്ലത്തിന് മുമ്പേ ഓട്ടം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു 5 വർഷം കൊണ്ട് ഇപ്പൊ എല്ലായിടത്തും ഒക്കെ 2 വീലറൊക്കെ ആയതിനു ശേഷം ഓട്ടം കുറവാണ്. ഒരു ഫാമിലിക്ക് കഴിഞ്ഞു പോകാനായിട്ട് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുവാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തന്നെ ഓടിക്കണം. ഇത് നമുക്ക് ഒരു ദിവസം എത്ര ഓട്ടം കിട്ടും? അത് ഓട്ടം ചില ദിവസം മോശമായിരിക്കും, അത് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ആവറേജ് കണക്ക് എങ്ങനെയായാലും നമുക്കെന്തൊരു സ്വന്തം നമ്മളൊരു വരുമാനം ഒരു 1000 രൂപയ്ക്കകത്തുള്ളൊരു വരുമാനത്തിന് കിട്ടുന്ന ഒരു ദിവസം കിട്ടും. ഓക്കെ. ഒരു 500 തൊട്ട് 1000 തന്നെ കിട്ടും. കാരണം വെച്ചാൽ നമുക്ക് അതിന് പിന്നെ ചിലവുണ്ട്, ഡീസൽ അടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു നമുക്കുള്ള കുടുംബം കഴിഞ്ഞ് എന്തായാലും പ്രശ്നമില്ലാതെ പോകും. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ദുർച്ചെലവൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സീസൺ ടൈമിൽ കൂടാറുണ്ടോ? സീസൺ ഉണ്ട്, കൂടാറുണ്ട്. ഓണം ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. സാധാരണ ദിവസം കണക്കല്ലല്ലോ, തിരക്കുള്ള ദിവസങ്ങളിൽ കൂടാറുണ്ട്. അപ്പോഴേ റേഞ്ച് എവിടെ വരെ എത്തും? 2000 എത്തുമോ? 2000 നേരത്തെ എത്തുമായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവർക്കും വണ്ടി ഉണ്ടായതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. 2 വീലർ ഇറങ്ങിയതിന് ശേഷം പൊതുവെ നമ്മൾ അവരെ കുറ്റം പറയല്ല, പിന്നെ പൊതുവെ ഇപ്പൊ എല്ലാ വീട്ടിലും 1, 2, 3 വണ്ടികൾ ഉണ്ടല്ലോ. ഇത് ഡീസലായിട്ടാണോ? ഡീസലാണോ ബെറ്റർ, പെട്രോളാണോ നല്ലത്? പെട്രോള് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെലവ് കൂടുതലാണ്. പെട്രോളിന് ചിലവ് കൂടുതലാണ്. പിന്നെ അതുമല്ല ഇപ്പൊ പെട്രോള് വണ്ടി ഷോറൂമിൽ മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. പുറത്ത് പണിയാൻ പറ്റത്തില്ല. ഇപ്പൊ ആരും പെട്രോൾ വണ്ടിയുടെ പണി എടുക്കുന്നില്ല. അതിന് സ്പെയർ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് എല്ലാം ഷോറൂമിൽ കൊടുത്തേ പണിയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അപ്പൊ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഡീസൽ ഓട്ടോയാണ്. ഇപ്പൊ CNG ആണ്. CNG കൊച്ചു വണ്ടി നമുക്ക് ശരിയാവത്തില്ല. ഇപ്പൊ ഞാനൊരു ഓട്ടോ എടുക്കണമെങ്കിൽ ഏതായിരിക്കും ബെറ്റർ? CNG ആണോ അത് ഇലക്ട്രിക് ആണോ? ഡീസൽ, പെട്രോൾ ഏതാ ബെറ്റർ? ഡീസലോ പെട്രോളോ എന്ന് വെച്ചാൽ CNGക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്, ഇലക്ട്രിക് വണ്ടിക്കും കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. അതൊക്കെ അവർ പരിഹരിച്ച് വരുന്നതേ ഉള്ളൂ. ഒന്നാമത് ഇപ്പം ഡീസൽ അല്ല, പെട്രോളും ഡീസലും നേരത്തെ ഓടിക്കൊണ്ടിരുന്നതും നിലവിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതിൻ്റെ ഉള്ള ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറങ്ങിയതേ ഉള്ളൂ. അതിനെപ്പറ്റി അവരെല്ലാം കംപ്ലൈൻറ്റുകളൊക്കെ മാറ്റി വരുന്നതേ ഉള്ളൂ. ഓരോ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളിൽ വ്യത്യാസമുണ്ട്, റേഞ്ചിൽ കിലോമീറ്ററിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഏറ്റവും പ്രോഫിറ്റബിൾ നോക്കുകയാണെങ്കിൽ ഡീസലാണ് നല്ലത്. ഡീസലാകുമ്പോഴത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. CNG ആകുമ്പോഴത്തേക്ക് ചില പമ്പുകളിൽ ഇല്ല, ക്യൂ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇതാകുമ്പോൾ പ്രശ്നമില്ല. ഡീസലോ പെട്രോളോ ആകുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടും, എല്ലാ പമ്പിലും ഉണ്ട്. പിന്നെ CNG ആകുമ്പം ഓരോ പമ്പുകൾ ഇവിടങ്ങളിൽ ഇപ്പൊ അടുത്ത് കുറച്ച് പുല്ലൂർ കഴിഞ്ഞാൽ പിന്നെ പനവേലിയിലേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ദൂരെ പോകേണ്ട ദൂരമുണ്ട്. നമുക്ക് പോയി ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. അപ്പം പിന്നെ ഡീസലാകുമ്പോൾ ഡീസലും പെട്രോളും ആകുമ്പോൾ എല്ലാ പമ്പിലും എപ്പോൾ ചെന്നാലും കിട്ടും, പമ്പുകൾ അടുത്തടുത്തുണ്ട്. രാവിലെ പെട്രോൾ അടിക്കുമോ അതോ? ഞാൻ വൈകിട്ട് പോകുമ്പോഴത്തേക്ക് ഡീസൽ അടിച്ച് പോകത്തേ ഉള്ളൂ. വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരത്തെ ഫുൾ ടാങ്ക് ആക്കുമോ? നമുക്ക് അതിനകത്ത് ഫുൾ ടാങ്ക് 500 600 രൂപയ്ക്ക് അടിക്കുമ്പോഴത്തേക്കും അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ എണ്ണ കാണും അതിനകത്ത്. നമുക്ക് 8 ലിറ്റർ ഫുൾ ടാങ്ക് ഉള്ളൂ, അതേ ഉള്ളൂ. മൊത്തം 8 ലിറ്ററേ ഉള്ളൂ. 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 35 കിട്ടും. പെട്രോൾ ഓട്ടോയ്ക്ക് സെയിം കൺസെപ്റ്റ്. പെട്രോളിനും 30-35 മൈലേജ് ഉണ്ട്. പക്ഷെ എണ്ണ വിലയ്ക്ക് കൂടുതലാണ്, 107 രൂപ 108 രൂപ റേഞ്ച് ആവുന്നു. ഇതിപ്പോ 96 രൂപ ഇപ്പം നിലവിലുണ്ട്, വിലയുണ്ട്. ഇപ്പൊ CNGക്കും റേറ്റ് കൂടി ഇപ്പൊ 90 ആയിട്ടുണ്ട്. മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട് ഓട്ടോയുടെ? മെയിൻ്റെനൻസ് വലിയ കുഴപ്പമൊന്നുമില്ല. പുതിയ വണ്ടി എടുത്തു, ഞാൻ ഇപ്പൊ എടുത്തിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ഒരു വർഷത്തിലൊരു 5000 മെയിൻ്റെനൻസ് വരുന്നുണ്ടോ? ഇല്ല, ഇതിപ്പം ഓയിൽ സർവീസ് ആ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇപ്പം കിലോമീറ്റർ അതിനകത്ത് ആയില്ല, 40,000 കിലോമീറ്റർ ആവുന്നതേ ഉള്ളൂ, 40,000 കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കമ്പനി സർവീസ് എല്ലാം കഴിഞ്ഞു. ബജാജിന്റെ സർവീസ് എങ്ങനെയുണ്ട്? ബജാജിന്റെ സർവീസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ എപ്പോഴാണ് മാറുന്നത്? ടയർ ഒരു 10,000 കിലോ മാറ്റി, 20,000 കിലോ മാറ്റിയോ? ആദ്യം അതിന്റെ വണ്ടി കമ്പനിയിൽ നിന്ന് വന്നത്
ഒരു 20,000-നകത്ത്, അതായത് ഇപ്പൊ ഇറങ്ങുന്നത് ട്യൂബ്ലെസ് ടയറാണ്. ഉം, അപ്പം കിലോമീറ്റർ കുറച്ചേ കിട്ടുന്നുള്ളായിരുന്നു. ആ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്തിട്ട് ടയർ ഉം. ഏതാണ്ട് 23,000-24,000 കിലോമീറ്റർ. നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് കൂടി ഇരിക്കും, ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഉം. ഇരിക്കും. ഇത് എത്ര പേർക്ക് ഇരിക്കാം ഈ ഒരു ഓട്ടോയ്ക്കകത്ത്? ഇത് 3 പേര്, 3 പേർക്ക് ഇരിക്കാം. 3 പാസഞ്ചറും ഡ്രൈവറും. അത് അപ്രൂവ്ഡ് ആണ്. 3 പേർക്ക് എന്തായാലും ഇരിക്കും. 3 പേർക്ക്. പോലീസുകാരുടെ ഒരു രീതി എങ്ങനെയുണ്ട്, നമ്മളോട് സമീപനം? അല്ല, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളോട് കാണുമ്പോൾ പാർഷ്യാലിറ്റി അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള പിന്നെ എന്താ മദ്യപിച്ച് വാഹനം ഓടിക്കാതെ അതൊക്കെ ഉള്ളൂ. അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ട്, ചെക്കിങ്ങിൽ ഊതിച്ച് നോക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിക്കുന്നതല്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇതിന്റെ സ്പീഡ് ലിമിറ്റ് എങ്ങനെയാണ്? മാക്സിമം 80 സ്പീഡില് ഇതിന്റെ സ്പീഡോമീറ്റർ കൊടുത്തേക്കുന്നത്. ഒരു 50-55 വരെ ഉള്ള സ്പീഡ് പോകാൻ പറ്റും, അതേ ഉള്ളൂ. ഇതിലൊരു സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിയും ഇല്ല. എന്നുവെച്ചാൽ ഡോറും ഇല്ല. ഈ ബാക്കില് ഓക്കെ, അല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് സ്പീഡ് കുറച്ച് പോവുക, അതേ പറ്റത്തുള്ളൂ. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നം ഇതൊരു എന്താ സ്പീഡ് കുറച്ച് പോണ വണ്ടി ആ രീതിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ, എന്നുവെച്ചാൽ 3 വീലല്ലേ ഉള്ളൂ, ഫ്രണ്ടിൽ 1 വീലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അല്ല, സ്പീഡ് കുറച്ച് പോണോണ്ടാണ് സീറ്റ് ബെൽറ്റ് വേണ്ടാത്തത്. അതെ, ഈ ഇറക്കിയ സമയത്ത് അതെ, അന്നത്തെ നിയമങ്ങളാണ്, ഇതിന് മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ 50 മൈൽ സ്പീഡിനകത്ത് നമ്മൾ പോകാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ റോഡ്, പിന്നെ എതിരെ വരുന്ന വണ്ടികളും. ഈ ബസ്സുകാർ പോകുമ്പോൾ എയർ പിടിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ബസ്സൊക്കെ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ടോ? ഞാൻ അങ്ങനെ അത്ര സ്പീഡിൽ പോവാറില്ല. 50 മൈൽ സ്പീഡ്, മാക്സിമം 50 മൈൽ സ്പീഡ് അങ്ങനെ ഉള്ളൂ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും വൈഫും. കൊച്ചുങ്ങളൊക്കെ ഉണ്ടോ? ആയിട്ടില്ല. അച്ഛനമ്മയൊക്കെ? അച്ഛനമ്മയൊക്കെ പെങ്ങളുടെ കൂടെ. ആണോ? ഒരു മാസം നമുക്കൊരു എത്ര കിട്ടും? ഒരു 15,000 എന്തായാലും കിട്ടുമല്ലോ? അത് കിട്ടും. അതൊക്കെ അല്ലേ? നമുക്കിപ്പോൾ ഞായറാഴ്ച ഓടിയില്ലെങ്കിലും കിട്ടും. നല്ല റോഡ് ഒരു ഓട്ടോയ്ക്ക് എത്രമാത്രം ആവശ്യമാണ്? പക്ഷെ മൈലേജ് കൂടാനും മെയിൻ്റനൻസ് കുറയാനും റോഡിന് വേണ്ടി പ്രാധാന്യം. റോഡ് നല്ല റോഡാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മൈലേജ് കിട്ടും, മെയിൻ്റനൻസ് കുറവായിരിക്കും. അതൊക്കെയാണ് ഇപ്പോൾ ഒരുവിധപ്പെട്ട ചെറിയ ബൈ റൂട്ടുകളെല്ലാം ടാറിങ് എല്ലാം കഴിഞ്ഞ് നല്ല റോഡുകളായിപ്പം പരമാവധി റോഡുകൾ നല്ല റോഡുകളാണ്. ഇതിലെത്ര ലഗേജ് എത്ര കയറും? ലഗേജ് കയറാറുണ്ടോ? ലഗേജ് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഇല്ല, അല്ലാതെ ആളിനെ കൊണ്ടുള്ള ഓട്ടോ ഉള്ളൂ. ലഗേജ് കറക്റ്റ് പെർമിഷൻ ഉണ്ടോ? മുകളിലോ താഴെയോ? ഇല്ല, അതില്ല. ഇല്ല, ജസ്റ്റ് ആളെ ഇരുത്തി 3 പേരെ ഇരുത്തുക, 3 പേരും ഡ്രൈവറും, അതിനുള്ളതേ ഉള്ളൂ. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ അവരെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അവരുടെ സംഭാഷണങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവർക്കും പ്രചോദകമായിരിക്കും, മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. ഓട്ടോ മേടിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കണം എന്ന് ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ വിഷ്ണു എന്ന വ്യക്തിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദം ആയിരിക്കും. ഓട്ടോറിക്ഷയ്ക്കുള്ള സേഫ്റ്റി കുറച്ചുകൂടി കൂട്ടേണ്ടിയിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉയർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നന്ദി.